വെൽക്കം മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മളിപ്പോൾ ആർക്കിമീഡിയൻ പ്രോപ്പർട്ടിയും അതിൻ്റെ ചില കോൺസിക്വൻസസുമാണ് നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്യുക. സോ another consequence of Archimedean property is a theorem which states that if t is any positive number, then there exists a natural number n such that 0 less than 1 by nt less than t. സോ ഏതൊരു ചെറിയ പോസിറ്റീവ് നമ്പർ എടുത്താലും അതിനെക്കാട്ടിലും ചെറുതായ ഒരു നാച്ചുറൽ നമ്പറിന്റെ റെസിപ്രോക്കൽ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മൾ 0.0001 എടുത്താലും അതിനെക്കാട്ടിലും ചെറുതായിട്ടുള്ള ഒരു 1/n(t) ഉണ്ടാകുമെന്നാണ് ഇവിടെ പ്രധാനമായിട്ടും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. സോ നമ്മൾ ഇതിന്റെ പ്രൂഫ് എന്ന് പറയുന്നത് തൊട്ടു മുമ്പേ പറഞ്ഞ റിസൾട്ടിന്റെ കോൺസിക്വൻസ് വെച്ചിട്ടാണ് പറയുന്നത്. സോ വി ചൂസ് S is equal to set of all 1/n where n is an element of the set of all natural numbers. By the consequence of Archimedean property, we have proved that infimum of the set S which consists of all 1/n is 0. സോ നമ്മൾ തൊട്ടു മുമ്പത്തെ കേസിൽ 1/n-കളുടെ കളക്ഷൻ എടുത്താൽ അതിന്റെ ഇൻഫിമം 0 ആണെന്ന് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സോ ടി എന്നുള്ളത് ഒരു പോസിറ്റീവ് നമ്പർ എടുത്തു. സോ എനി പോസിറ്റീവ് നമ്പർ ഈസ് നോട്ട് ആൻ ലോവർ ബൗണ്ട് ഓഫ് ദ സെറ്റ് എസ്, സിൻസ് ദ സെറ്റ് എസ് ഹാസ് an infimum 0. 0-യെക്കാട്ടിലും വലുതായതൊന്നും ലോവർ ബൗണ്ട് ആകില്ല. So, since t is greater than 0, we can safely say that t is not a lower bound. So, t is not a lower bound means in between 0 and t, there exists at least one element in the set. So, 0 lower bound അല്ലാത്തതുകൊണ്ട് t lower bound അല്ലാത്തതുകൊണ്ട് തന്നെ t-യെക്കാട്ടിലും ചെറുതായിട്ട് സെറ്റിന്റെ അകത്തെ ഒരു എലമെന്റ് എങ്കിലും ഉണ്ടായേ പറ്റും. അപ്പോ ആ എലമെന്റിനെയാണ് 1/n(t) എന്ന് നമ്മൾ ചൂസ് ചെയ്യുന്നത്. സോ 0-യ്ക്കും t-യുടെയും ഇടയ്ക്ക് 1/n(t) എന്ന് പറയുന്ന ഒരു എലമെന്റ് എങ്കിലും എസിന്റെ അകത്ത് ഉണ്ടായിരിക്കും. അതാണ് നമുക്കിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ആർഗ്യുമെന്റ് ഒന്നുകൂടെ. ആദ്യം 1/n-കളുടെ കളക്ഷൻ എടുത്തു. 1/n-കളുടെ കളക്ഷന്റെ ഇൻഫിമം 0 ആണ്. ടി എന്നുള്ളൊരു പോസിറ്റീവ് നമ്പർ എടുത്തു. എസിന്റെ ഇൻഫിമം 0 ആയതുകൊണ്ട് തന്നെ 0-യെക്കാട്ടിലും വലിയ ഒരു നമ്പറും ഇൻഫിമം ആകില്ല, ഇൻ ടേൺ ലോവർ ബൗണ്ടും ആകില്ല. സോ ടി ലോവർ ബൗണ്ട് അല്ലാത്തത് കൊണ്ട് ടി-യെക്കാട്ടിലും ചെറുതായ ഒരു എലമെന്റ് എങ്കിലും സെറ്റിന്റെ അകത്ത് ഉണ്ടായിരിക്കണം. ആ എലമെന്റ് ആണ് 1/n(t) എന്ന് പറയുന്നത്. സോ 1/n(t) എന്ന് പറയുന്ന എലമെന്റ് എക്സിസ്റ്റ് ചെയ്യുന്നു. ആ എലമെന്റ് 0-യുടെയും t-യുടെയും ഇടയ്ക്കാണ്. സോ ഏത് t എടുത്താലും t-യെക്കാട്ടിലും ചെറുതായ ഒരു 1/n(t) ഉണ്ടായിരിക്കും. സോ ദിസ് ഈസ് വാട്ട് വി ഹാവ് ടു പ്രൂവ്. So there is one more consequence which states that if y is any positive number, then there exists a natural number ny such that y is in between ny minus 1 and ny. ഇവിടെ y എന്നുള്ളത് ഏതൊരു പോസിറ്റീവ് നമ്പർ എടുത്തെന്ന് പറഞ്ഞാലും ആ പോസിറ്റീവ് നമ്പർ ഈസ് സാൻഡ്വിച്ച്ഡ് ഇൻ ബിറ്റ്വീൻ എ നാച്ചുറൽ നമ്പർ ആൻഡ് എ നാച്ചുറൽ നമ്പർ -1. സോ ഏതൊരു പോസിറ്റീവ് നമ്പർ എടുത്താലും ആ പോസിറ്റീവ് നമ്പർ ഈസ് ഇൻ ബിറ്റ്വീൻ ny minus 1 ആൻഡ് ny. സോ ഫോർ ദിസ് വി കൺസിഡർ എ സെറ്റ്. ഈ y എന്നൊരു സെറ്റ് എടുക്കുന്നു. ഈ y എന്ന് വെച്ചാൽ നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ്. y-യെക്കാട്ടിലും വലുതായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ആണ്. സോ ദിസ് സെറ്റ് ഈസ് നോൺ എംപ്റ്റി സിൻസ് y should be non-empty because by the Archimedean property, if you take any real number x or y, there always exists a natural number which is greater than y.
So associated with our choice of number, which is y, there should exist at least one natural number which is greater than y. So we are collecting all such natural numbers. So EY should at least contain one element. So EY should at least contain one element means EY contains all natural numbers which is greater than y. It is clear that the collection of EY should contain a least element, since set of all natural numbers is ordered. Associated with every natural number, there exists at least one. Every collection of natural numbers, there exists at least one. So EY എന്നുള്ള സെറ്റിനും ഒരു ലീസ്റ്റ് എലമെന്റ് കാണും. ആ ലീസ്റ്റ് എലമെന്റിനെയാണ് നമ്മൾ NY എന്ന് ചോയ്സ് ആയിട്ട് കൊടുക്കും. സോ നമ്മൾ ഏത് നാച്ചുറൽ നമ്പേഴ്സിന്റെ സബ്സെറ്റ് എടുത്താലും ആ സബ്സെറ്റിന് ഒരു ചെറിയ ലീസ്റ്റ് നാച്ചുറൽ നമ്പർ കാണും. അപ്പോൾ ഇവിടെയും നമ്മൾ EY എന്നുള്ളത് നാച്ചുറൽ നമ്പേഴ്സിന്റെ കളക്ഷൻ ആയിട്ട് എടുത്തത് കൊണ്ട് അതിനും ഒരു ലീസ്റ്റ് എലമെന്റ് ഉണ്ട്. ലെറ്റ് ദാറ്റ് ലീസ്റ്റ് എലമെന്റ് ബി NY. So NY is the least element which belongs to EY. For every element which belongs to EY, Y should be less than that element. So here NY is an element in EY, so Y should be less than NY. Then NY is the least element. Any element which is less than NY should not be an element in EY. So choose NY minus 1, which is an element less than NY. So which should not be an element in EY, since we have chosen that NY is the least element. So any element which is less than NY should not be an element in EY. So NY minus 1 is not an element in EY. If NY minus 1 is greater than Y, then NY minus 1 should have been an element in EY. Since NY minus 1 is not an element in EY, Y should be greater than NY minus 1. So NY minus 1 should be greater than Y. So NY minus 1 is not an element of EY, which is because by the definition of EY, Y should be greater than NY minus 1. So NY minus 1 is less than Y, and we have already proved that Y is less than NY. So combining these two, we get NY minus 1 less than Y less than NY. Since NY is chosen to be a natural number, there is always a natural number NY such that NY minus 1 less than or equal to Y less than or equal to NY. So ഇവിടെ ചെയ്തത് Y എന്ന് പറയുന്ന ഒരു നമ്പർ ചൂസ് ചെയ്തു, എന്നിട്ട് Y യെക്കാട്ടിലും വലുതായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സിനെ കളക്ട് ചെയ്തു. EY എന്നുള്ളതാണ് ആ സെറ്റ്. EY എപ്പോഴും നോൺ എംപ്റ്റി ആണ്. അത് നാച്ചുറൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് ആണ്. നാച്ചുറൽ നമ്പേഴ്സിന്റെ ഏതൊരു സബ്സെറ്റ് എടുത്താലും അതിന് ഏറ്റവും ചെറുതായ ലീസ്റ്റ് എലമെന്റ് ഉണ്ടാവും. കാരണം നാച്ചുറൽ നമ്പേഴ്സ് ബൗണ്ടഡ് ബിലോ ആയതുകൊണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ EY എന്നുള്ള സെറ്റിനും ഒരു ലീസ്റ്റ് എലമെന്റ് ഉണ്ട്. ആ ലീസ്റ്റ് എലമെന്റിനെയാണ് NY എന്ന് നമ്മൾ കൊടുക്കുന്നത്. സോ NY എന്നുള്ളത് EYക്കകത്തെ എലമെന്റ് ആണ്. EYക്കകത്തെ എല്ലാ എലമെന്റും Y യെക്കാട്ടിലും വലുതായിരിക്കും. സോ Y ഷുഡ് ബി ലെസ് ദാൻ NY. ഇനി NY EYക്കകത്തെ ലീസ്റ്റ് എലമെന്റ് ആണ്. അതിനെക്കാട്ടിലും ചെറിയ ഒരു എലമെന്റും EYക്കകത്തെ മെമ്പർ ആകില്ല. സോ NY minus 1 എന്നൊരു എലമെന്റ് എടുക്കുന്നു. അത് NY യെക്കാട്ടിലും ചെറുതാണ്. അത് EYക്കകത്തെ മെമ്പർ അല്ല, കാരണം ലീസ്റ്റ് എലമെന്റിനെക്കാട്ടിലും ചെറുതാണ്. ഇനി EYയുടെ ഡെഫിനിഷൻ അനുസരിച്ച് ഒരു എലമെന്റ് EYക്കകത്തുണ്ടെങ്കിൽ അത് Y യെക്കാട്ടിലും വലുതായിരിക്കും. സോ NY minus 1 EYക്കകത്ത് ഇല്ലാത്തത് കൊണ്ട് തന്നെ അത് Y യെക്കാട്ടിലും ചെറുതാണെന്ന് അസ്യൂം ചെയ്യാൻ പറ്റും.
സോ ny മൈനസ് 1 y കാട്ടിലും ചെറുതാണ്. ഓൾറെഡി പറഞ്ഞു y ഈസ് ലെസ് ദാൻ ny minus 1 is less than y. So combining these two, ny minus 1 less than y less than ny. I hope you understood. Thank you.